ശ്രീമോസിലേക്ക് സ്വാഗതം. മാർക്കോയുടെ തെലുങ്ക് പതിപ്പിന്റെ ആദ്യ ദിവസം നേടിയ കളക്ഷൻ ഇപ്പോൾ ഒഫീഷ്യലായി പുറത്ത് വിട്ടിരിക്കുകയാണ്. മൈത്രി മൂവീസ് ആണ് ഈ ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വിട്ടിരിക്കുന്നത്. ഇന്നലെ അതിഗംഭീരമായിട്ടുള്ള ഒരു തുടക്കമാണ് സിനിമയ്ക്ക് തെലുങ്കിൽ ലഭിച്ചത്. 300-ന് മുകളിലുള്ള തിയേറ്ററുകളിൽ വന്നപ്പോൾ ആദ്യ മണിക്കൂറിലെ കനത്ത ഡീഗ്രേഡിങ്ങിന് ശേഷം മൗത്ത് പബ്ലിസിറ്റിയിലൂടെ സിനിമ കുതിച്ചു കയറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇന്നലെ ട്രാക്കേഴ്സ് മുഖാന്തരം വന്ന കണക്കുകൾ 1,50,00,000 രൂപയോളമായിരിക്കുമെന്നുള്ളതായിരുന്നു. ഇന്ന് അതിനെയും കടത്തിവെട്ടി തന്നെയാണ് ഒഫീഷ്യൽ പോസ്റ്ററിലൂടെ മൈത്രി മൂവീസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഹയസ്റ്റ് ഗ്രോസിംഗ് മലയാളം മൂവി എവർ ഇൻ തെലുങ്ക് സ്റ്റേറ്റ് എന്നുള്ളതാണ് ഓൺ ഡേ 1 വന്നിരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സിനിമ തെലുങ്കിൽ നിന്ന് ആദ്യ ദിനം നേടിയത് 1,75,00,000 രൂപയോളമാണ്. ഒരു മലയാള സിനിമയുടെ ചരിത്ര നിമിഷം എന്ന് തന്നെ പറയാം. ഇതുവരെ ഒരു മലയാള സിനിമയ്ക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത ആദ്യത്തെ ദിന ഓപ്പണിംഗ് ആണെന്ന് തന്നെ പറയാം. അത്ര റെക്കോർഡായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമയുടെ കളക്ഷൻ കുതിക്കുന്നത്. ഇന്നും മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും കാര്യങ്ങളാണ്. വർക്കിംഗ് ഡേ ആയിട്ട് പോലും സിനിമയ്ക്ക് ഇന്നും 1.5 കോടിക്ക് മുകളിലുണ്ടാകും എന്നുള്ള കണക്കുകളാണ് സൂചിപ്പിക്കുന്നത്. ഒരു പക്ഷേ 1.25 കോടിക്ക് മുകളിലേക്ക് പോയാലും വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ ഒരു മലയാള സിനിമ ആ റേഞ്ചിലേക്ക് പോകുന്നു. നേരത്തെ തെലുങ്ക് സിനിമകളിൽ സൈഡ് റോളുകളിൽ അഭിനയിച്ചിരുന്ന ഉണ്ണി മുകുന്ദൻ്റെ ഒരു മലയാള സിനിമ അവിടെ ചെല്ലുമ്പോൾ ഒരു കാര്യം ഉറപ്പാക്കുകയാണ്, തെലുങ്കിലും പ്രതീക്ഷിച്ചിരുന്നത് ഇമാതിരി ഒരു സിനിമയാണ്. എത്രത്തോളം ഡീഗ്രേഡ് ചെയ്താലും നല്ല സിനിമയാണെങ്കിൽ അത് കുതിച്ചു പായും. വലിയ രീതിയിൽ ഒരു തെലുങ്ക് ലോബി തന്നെ, അത് സാധാരണ എതിരാളികളൊന്നുമല്ല ഇതിന് ഡീഗ്രേഡ് ചെയ്ത തെലുങ്ക് ലോബി തന്നെയായിരുന്നുവെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ അന്യായ റേഞ്ചാണ് ഈ സിനിമ പിടിച്ചിരിക്കുന്നത്. ഹിന്ദിയിൽ ഒരു രക്ഷയുമില്ലാത്ത കൊടൂരമായിട്ടുള്ള ഒരു കുതിപ്പ് സിനിമ നടത്തുമ്പോൾ ഇന്നലെ റിലീസ് ചെയ്ത തെലുങ്കിൽ അതിഗംഭീരമെന്ന് തന്നെ പറയാം. ഒരു റെക്കോർഡ് കൂടി സിനിമ തീർക്കുകയുമുണ്ടായിരുന്നു. ഒരേ ദിവസം 3 ലാംഗ്വേജിലും സിനിമ 1 കോടിക്ക് മുകളിലെത്തുന്നു. ഏറ്റവും കുറഞ്ഞ കളക്ഷൻ ഇപ്പോൾ നോക്കുമ്പോൾ കേരളത്തിലാണ് എന്നുള്ളതാണ് രസകരം. ഈ ഒരു മലയാള സിനിമയുടെ ഏറ്റവും ഉയർന്ന കളക്ഷൻ വന്നത് തെലുങ്കിൽ നിന്നും, രണ്ടാമത് നിൽക്കുന്ന ഹിന്ദിയും, മൂന്നാമതും മലയാളവുമായി മാറുന്ന കാഴ്ച. നാളെ തമിഴ് കൂടി എത്തുമ്പോൾ മലയാളം വീണ്ടും 4ാമതേക്ക് എത്തുമോ എന്നുള്ള കൗതുകകരമായ ഒരു ചിന്ത തന്നെയാണ്. ഇതിനോടകം തന്നെ സിനിമ 85 കോടിക്ക് മുകളിലേക്ക് എത്തി. ഒരു പക്ഷേ ഇന്നത്തെ കളക്ഷൻ കഴിയുമ്പോൾ 90-95 കോടിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇവിടെ ഒഫീഷ്യൽ കളക്ഷൻ ഒന്നും തന്നെ വരുന്നില്ല. ട്രാക്കേഴ്സ് തന്നെ പറയുന്നു 82 കോടി എത്തി. അത് മതി നമുക്ക്, കാരണം അവരെ കൊണ്ട് പോലും അങ്ങനെ പറയിക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് ഉണ്ണി മുകുന്ദൻ സിനിമയുടെ വിജയം എന്ന് തന്നെ പറയാം. എന്താണെങ്കിലും ഈ ഒരു സിനിമ കൊടൂരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഹിന്ദിയിൽ നിന്ന് 1.5 കോടിക്ക് അടുത്ത് നേടിയപ്പോൾ തെലുങ്കിൽ നിന്ന് 1.25 കോടിയും അതേപോലെ തന്നെ കേരളത്തിൽ നിന്ന് 1.25 കോടിക്ക് മുകളിലുമാണ് ഇന്നലത്തെ മാത്രം കളക്ഷൻ വന്നത്. എന്താണെങ്കിലും 6 കോടിക്ക് മുകളിൽ ഇന്ത്യ കളക്ഷൻ നിൽക്കുന്നു. വേൾഡ് വൈഡായിട്ട് സിനിമ 10 കോടിക്ക് മുകളിൽ ഇന്നലെ എത്തിയിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇന്നും സമാനമായ രീതിയിൽ തന്നെ സിനിമ കുതിച്ചുയരുന്ന ഒരു കാഴ്ച കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തണം. താങ്ക് യു ബ്രോസ്.